ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് ട്രിവാൻഡ്രത്താണ്. ഇപ്പോൾ നമുക്ക് 8 STS ക്രെയിനിൻ്റെ ബൂം പൂർണ്ണമായിട്ടും റൈസ് ചെയ്ത് കാണാൻ സാധിക്കും. അതുമാത്രമല്ല 2 ടഗ് ബോട്ടുകൾ പോർട്ടിന് പുറത്തേക്ക് വളരെ ഫാസ്റ്റായിട്ടാണ് പോകുന്നത് കാണാൻ സാധിക്കുന്നത്. ഒന്ന് സൂം ചെയ്ത് നോക്കിയാൽ നമുക്ക് ഏത് ടഗ്ഗാണെന്ന് നമുക്ക് അറിയാൻ സാധിക്കും. ഇപ്പോൾ നമ്മുടെ മുന്നിലൂടെ പോകുന്ന ഈ ടഗ് ഡോൾഫിൻ 27 എന്ന് പറയുന്ന ടഗ്ഗാണ്. വളരെ ഫാസ്റ്റായിട്ടാണ് പോകുന്നത്. ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ ടഗ്ഗിന് മാക്സിമം സഞ്ചരിക്കാനായി സാധിക്കുന്ന സ്പീഡ് എന്ന് പറയുന്നത് 14 നോട്ടിക്ക് മേൽ സ്പീഡിലാണ് മാക്സിമമായി സഞ്ചരിക്കാൻ സാധിക്കുന്നത്. ഇനി തൊട്ട് ബാക്കിലേക്ക് പോകുന്ന ടഗ് ഏതാണെന്ന് നമുക്ക് നോക്കാം. ഇത് ഡോൾഫിൻ 26 ആണ്. അങ്ങനെ 26ഉം 27ഉം വളരെ ഫാസ്റ്റായിട്ട് പോർട്ടിനെ പുറത്തേക്ക് പോകാൻ കാരണം വളരെയധികം പ്രത്യേകതയുള്ള വലിയൊരു ഷിപ്പിനെ പോർട്ടിനകത്തോട്ട് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ ടഗ് മത്സര ഓട്ടം നടത്തുന്നത്. ഏതാണ് ഷിപ്പെന്ന് നമുക്ക് നോക്കാം. വളരെ ദൂരെയായിട്ട് നമുക്ക് കപ്പലിനെ കാണാൻ സാധിക്കും. ഈ ഷിപ്പാവട്ടെ ലോകത്തിലെ ഏറ്റവും വലിയ ടൈപ്പ് ബി LNG ടാങ്ക് കപ്പലിൻ്റെ ഉള്ളിലുണ്ട്. അതായത് ലോകത്തിലെ ഏറ്റവും വലിയ LNG ടാങ്ക് ഉള്ള ഷിപ്പ്, അതായത് ടൈപ്പ് ബി കാറ്റഗറിയിൽപ്പെട്ട ടാങ്ക് ഉള്ള ഷിപ്പാണ് MSC മരിയ കൃഷ്ണ എന്ന് പറയുന്ന ഷിപ്പ്. ഈ ഷിപ്പ് ബിൽഡ് ചെയ്തിട്ട്, അതായത് ഒക്ടോബർ 25-നാണ് ഈ ഷിപ്പ് ബിൽഡ് ചെയ്ത് നീറ്റിലിറങ്ങിയത് അല്ലെങ്കിൽ കടലിലിറങ്ങിയത്. അതിനുശേഷം ആദ്യ ഓട്ടം തന്നെ ലോകത്തിലെ വമ്പൻ പോർട്ടുകളിൽ കയറിയതിനു ശേഷം വിഴിഞ്ഞം പോർട്ടിലേക്കാണ് ഷിപ്പ് വരുന്നത്. നമ്മുടെ മുന്നിലൂടെ തന്നെ ഷിപ്പ് കടന്നു പോകുന്നത്. ഇപ്പോൾ വളരെ ദൂരെ കാണാൻ പറ്റുന്ന ഷിപ്പിൻ്റെ ഡീറ്റെയിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ മുന്നിലെത്തുമ്പോൾ അറിയാൻ സാധിക്കും. ഇതാ ഷിപ്പ് നമ്മുടെ മുന്നിലൂടെ കടന്നു വരുന്നതിനായി കപ്പൽ ചാലിലൂടെ പ്രവേശിച്ചു വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു വൈഡ് ആംഗിളിലാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്തത്. കാരണം നമുക്ക് 2 ടഗ് ബോട്ടിനെ കാണാൻ സാധിക്കും. ഡോൾഫിൻ 26ഉം ഡോൾഫിൻ 27ഉം 2 ടഗ് ബോട്ടുകളും ഇപ്പോൾ ഷിപ്പിൻ്റെ അടുത്തേക്ക് പോകുന്നു. നേരത്തെ തന്നെ ഡോൾഫിൻ 28 എന്ന് പറയുന്ന ടഗ് നമ്മുടെ പോർട്ടിലെ പൈലറ്റിനെയും കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. ആ ടഗിനെയും നമുക്ക് ഈ ഷിപ്പിൻ്റെ അടുത്തായിട്ട് കാണാൻ സാധിക്കും. വലിയൊരു ഷിപ്പ് തന്നെയാണ് MSC മരിയ കൃഷ്ണ എന്ന് പറയുന്ന ഷിപ്പ്. ഷിപ്പ് ബിൽഡ് ചെയ്ത് 21/10/2024 ബിൽഡ് ചെയ്ത ഷിപ്പിന് 366 മീറ്ററാണ് ലെന്ത് അല്ലെങ്കിൽ നീളം, ടോട്ടൽ നീളം എന്ന് പറയുന്നത്. 51 മീറ്ററാണ് ഷിപ്പിൻ്റെ വീതി അല്ലെങ്കിൽ ബെർത്ത് അല്ലെങ്കിൽ ബീം എന്ന് പറയാം. 30.2 മീറ്ററാണ് ഷിപ്പിൻ്റെ ഡെപ്ത്. 17 മീറ്ററാണ് ഷിപ്പിൻ്റെ മാക്സിമം ഡ്രാഫ്റ്റ്. ഇപ്പോൾ ഷിപ്പ് വന്നുകൊണ്ടിരിക്കുന്നത് 15.5 മീറ്റർ ഡ്രാഫ്റ്റിലാണ് ഷിപ്പ് വന്നുകൊണ്ടിരിക്കുന്നത്. 16,550 TEU കണ്ടെയ്നർ കപ്പാസിറ്റി ഉൾക്കൊള്ളാൻ പറ്റുന്ന ഷിപ്പിന് 2050 റീഫർ കണ്ടെയ്നറും അല്ലെങ്കിൽ 2050 TEU റീഫർ കണ്ടെയ്നറും ഈ ഷിപ്പിന് ഉൾക്കൊള്ളാൻ സാധിക്കും. വളരെ പുതിയ ഷിപ്പ് തന്നെയാണ് MSC മരിയ കൃഷ്ണ. വളരെ സാവധാനം വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ടിലേക്ക് വരുന്ന കാഴ്ച. നമുക്ക് ഷിപ്പിൻ്റെ ഡീറ്റെയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഷിപ്പിൻ്റെ ഈ ബൾബസ് ബോ നമുക്കൊന്ന് കാണാൻ പറ്റുമോ എന്ന് നോക്കാം. ഒന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ ബൾബസ് ബോ കാണാൻ സാധിക്കില്ല. കാരണം ഷിപ്പിൻ്റെ മാക്സിമം ഡ്രാഫ്റ്റായ 17 മീറ്റർ ഡ്രാഫ്റ്റിൽ നിന്നും 15.5 മീറ്റർ ഡ്രാഫ്റ്റ് ആകുമ്പോൾ നമ്മൾ ഈ കാണുന്ന റെഡ് പോയിന്റ് എന്ന് പറയുന്നത് 2 മീറ്റർ ഡ്രാഫ്റ്റിൻ്റെ ഡിഫറൻസിലാണ് നമുക്ക് ആ റെഡ് കാണാൻ സാധിക്കുന്നത്. ബാക്കിയെല്ലാം കടലിൻ്റെ അടിയിലോട്ട് തന്നെയാണ് 15.5 മീറ്ററും. ഇപ്പോൾ നമുക്ക് ഷിപ്പിനെ പൂർണ്ണമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ അടുത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടി ക്ലാരിറ്റിയോടെ നമുക്ക് ഷിപ്പിനെ വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്ന പൊസിഷനാണ് നമ്മളിപ്പോൾ ഉള്ളത്. അതുമാത്രമല്ല MSC മരിയ കൃഷ്ണ എന്നുള്ള ബാഡ്ജിങ് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണുന്നതോടൊപ്പം മുന്നിൽ ഒരു ടഗ് ബോട്ട് നമ്മുടെ ഈ പറയുന്ന ഹെവി റോപ്പ് ഉപയോഗിച്ച് ടൈ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് കാണാൻ സാധിക്കും. ഡോൾഫിൻ 26 ആണ് ടൈ ചെയ്ത് കപ്പലിനെ നമ്മുടെ പോർട്ടിലേക്ക് അടുപ്പിക്കുന്ന കാഴ്ച. നമ്മൾ ഈ കാണുന്ന വിഴിഞ്ഞം പോർട്ടിൻ്റെ കുതിരകൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഡോൾഫിൻ 26, 27, 28. അതുമാത്രമല്ല നമ്മുടെ ഷിപ്പിലെ ഇപ്പോൾ നമ്മുടെ പോർട്ടിലെ പൈലറ്റായ മിസ്റ്റർ തുഷാർ അദ്ദേഹത്തിൻ്റെയും പൂർണ്ണ കൺട്രോളിലാണ് വിഴിഞ്ഞം പോർട്ടിനകത്ത് ഓരോ ഷിപ്പും വരുന്നത്. അങ്ങനെ തന്നെയാണ് നമ്മുടെ MSC മരിയ കൃഷ്ണ എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ B ടൈപ്പ് LNG ടാങ്കുള്ള കപ്പൽ ഉള്ളിലേക്ക് കയറുന്ന മനോഹരമായ ദൃശ്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഷിപ്പ് ഒക്ടോബർ 25-നാണ് നമ്മുടെ കടലിലിറങ്ങിയത്. ആ ഷിപ്പാണ് നമ്മുടെ മുന്നിൽ വരുന്നത്. ഇപ്പോൾ നമുക്ക് ഷിപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോർഷൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ബ്രിഡ്ജ് പോർഷനാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുമാത്രമല്ല ബ്രിഡ്ജ് വിങ്സ് കാണാൻ സാധിക്കും.
വീൽ ഹൗസ് കാണാൻ സാധിക്കും. ബ്രിഡ്ജ് വിങ്സ് ഒക്കെ രണ്ട് സൈഡിലേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുന്ന പോർഷനാണ് ബ്രിഡ്ജ് വിങ്സ് എന്ന് പറയുന്നത്. വീൽ ഹൗസ് എന്ന് പറയുന്നത് നിലവിൽ ഈ ഗ്ലാസ് ഇട്ട പോർഷനാണ് നമുക്ക് വീൽ ഹൗസ് എന്ന് പറയാൻ സാധിക്കുന്നത്. അതിൻ്റെ മുകളിലായിട്ട് വീൽ ഹൗസിൻ്റെ മുകളിലായിട്ടാണ് മങ്കി ഐലൻഡുള്ളത്. ഈ മങ്കി ഐലൻഡോട് ചേർന്നിട്ടാണ് നമുക്ക് ഈ പറയുന്ന പോലെ ഈ പറയുന്ന റഡാറും സിഗ്നൽ മാസ്റ്റും നാവിഗേഷൻ എക്യുപ്മെൻസും നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നാവിഗേഷൻ എക്യുപ്മെൻറ്റ്സ് കാണാൻ സാധിക്കും, റഡാർ കാണാൻ സാധിക്കും, സിഗ്നൽ മാസ്റ്റ് കാണാൻ സാധിക്കും. അങ്ങനെ ഈ ഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത്, അതായത് MSC മരിയ കൃഷ്ണുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള എല്ലാ കണക്ഷൻ എക്യുപ്മെൻസും വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് നമ്മൾ അടുത്തുകൂടി തന്നെയാണ് ഷിപ്പ് പോകുന്നത്. ഇനിയും നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ എടുക്കാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും. വളരെ മനോഹരമായ ഷിപ്പ് തന്നെയാണ് MSC മരിയ കൃഷ്ണ എന്ന് പറയുന്ന ഷിപ്പ്. നമ്മുടെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ടിലേക്ക് കടന്നു വരുന്ന കാഴ്ച ആദ്യ ഓട്ടം തന്നെ, അല്ലെങ്കിൽ ആദ്യ യാത്രയിൽ ഇൻ്റർനാഷണൽ പോർട്ടുകൾ ഉൾപ്പെടുത്തിയപ്പോൾ നമ്മുടെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ടിനെയും തീർച്ചയായിട്ടും ഉൾപ്പെടുത്തിയ ഷിപ്പ് തന്നെയാണ് MSC മരിയ കൃഷ്ണ. അതുമാത്രമല്ല, നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് ഫോർമാസ്റ്റാണ്. ഷിപ്പിൻ്റെ ഏറ്റവും മുന്നിൽ കാണുന്ന ഫോർമാസ്റ്റാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഫോർമാസ്റ്റിൽ സദാസമയം റൊട്ടേറ്റ് ചെയ്തിരിക്കുന്നൊരു പാർട്ടുകളുണ്ട്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു പോർഷൻ ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലൊരു ഷിപ്പിൽ കാണാൻ സാധിക്കുന്നത്. ഇതിന് മുന്നേ നമ്മൾ ഫോർമാസ്റ്റ് സൂം ചെയ്തപ്പോഴൊന്നും കാണാൻ സാധിക്കില്ല. പുതിയ ഏതോ ടെക്നോളജി ആയിരിക്കും. ഷിപ്പുമായിട്ട് റിലേറ്റ് ചെയ്തവർ തീർച്ചയായിട്ടും ഇതെന്താ സാധനം, അല്ലെങ്കിൽ എന്ത് കണക്ഷൻ എക്യുപ്മെൻറ്റ്സ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാത്തവർക്കും തീർച്ചയായിട്ടും അതൊരു ഉപകാരപ്രദമായിരിക്കും. ഇതാണ് ഷിപ്പിൻ്റെ ഏറ്റവും മുന്നിലായി കാണുന്ന ഏറ്റവും ഹൈറ്റുള്ള പോർഷൻ എന്ന് പറയുന്നത് ഫോർമാസ്റ്റ്. ഇപ്പോൾ മരിയ കൃഷ്ണ എന്ന് പറയുന്ന ബാർജിങ്ങും നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണുന്നതോടൊപ്പം വളരെ സാവധാനമാണ് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ടിലേക്ക് ഷിപ്പ് കടന്നു പോകുന്ന കാഴ്ച. അതൊരു മനോഹര കാഴ്ച തന്നെയാണ്. ചെറിയൊരു മൂടലുണ്ടെങ്കിലും നമ്മൾ അടുത്തോട്ട് ഷിപ്പ് എത്തിയപ്പോൾ അത് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് അത് കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ തന്നെയാണ് കമൻ്റായിട്ട് അയക്കുന്നത്. ഇത് ഷിപ്പിൻ്റെ ഏറ്റവും മുന്നിലെ പോർഷനിലെ റാക്കാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവിടെ വളരെ കുറച്ച് കണ്ടെയ്നർ മാത്രമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ടോ. ഒന്നിനും രണ്ട് കണ്ടെയ്നർ ഹൈറ്റ് 40 ഫീറ്റ് 2 കണ്ടെയ്നർ ഹൈറ്റാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ബാക്കിലോട്ടാണ് നിലവിൽ ധാരാളം കണ്ടെയ്നർ ഫില്ല് ചെയ്തിട്ടുള്ളത്. ഇത് ഏറ്റവും മുന്നിലെ പോർഷനാണ്. സീരിയൽ നമ്പർ ഉൾപ്പെടെ നമുക്ക് കാണാൻ സാധിക്കും. 1 എന്നും 02 എന്നും 01 02 എന്നും വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇതാണ് നമ്മുടെ ഷിപ്പിൻ്റെ റാക്ക്. ആ ഷിപ്പിൻ്റെ ട്രാക്ക് നമുക്കൊന്നുകൂടി വ്യക്തമായിട്ട് ഫ്രണ്ട് മുതൽ ഏറ്റവും ബാക്ക് പോർഷൻ വരെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എത്രത്തോളമാണ് ആ സീരിയൽ നമ്പറൊക്കെ ഞാനൊന്ന് സൂം ചെയ്തെന്ന് വെച്ചാൽ ആ സീരിയലിൽ പുതിയ രീതിയിലുള്ള കപ്പലുകൾക്കൊക്കെ മാർക്കിംഗ് ഒക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ട് കാണാൻ സാധിക്കും. പഴയ ഷിപ്പിലും മാർക്കിംഗ് ഉണ്ടെങ്കിലും പുതിയ ഷിപ്പാകുമ്പോൾ ആ മാർക്കിംഗ് വളരെ വ്യക്തമായിട്ട് നമുക്ക് എളുപ്പം അറിയാൻ സാധിക്കും. അതാണ് നമുക്ക് ഈ പറയുന്ന മാർക്കിംഗ് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്ന ലൈഫ് ബോട്ടും നമുക്ക് കാണാൻ സാധിക്കും. അതായത് ബ്രിഡ്ജിൻ്റെ സൈഡിൽ തന്നെയാണ് ലൈഫ് ബോട്ട് ഉള്ളത്. ആ ലൈഫ് ബോട്ടും നമുക്ക് വ്യക്തമായിട്ട് കാണാൻ, നമുക്കൊന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ വളരെ വ്യത്യസ്തമായ കളറുള്ള ലൈഫ് ബോട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ലൈഫ് ബോട്ടിൽ MSC മരീന കൃഷ്ണ എന്ന് പറയുന്ന ബാഡ്ജിങ്ങുമുണ്ട്. അത് കാണാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് ബ്രിഡ്ജിൻ്റെ സൈഡിലെ ഓരോ നിലയും കാണാൻ സാധിക്കും. അതുമാത്രം ലൈഫ് ബോട്ടിൻ്റെ സ്ഥലത്തൊരു ക്രെയിനുമുണ്ട്. നേരത്തെയൊക്കെ ലൈഫ് ബോട്ട് പോകുന്നതിന് വേറൊരു സിസ്റ്റമാണെങ്കിൽ ഇപ്പോൾ ഇതിലൊരു ക്രെയിൻ സ്ഥാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കപ്പലിൻ്റെ ഓരോ നിലയും കാണുന്നതോടൊപ്പം കപ്പലിൻ്റെ സൈഡ് പോർഷനിൽ കപ്പലിൻ്റെ ബാഡ്ജിങ് നമുക്ക് കാണാൻ സാധിക്കും. MSC മരിയ കൃഷ്ണ എന്ന് പറയുന്ന ബാഡ്ജിങ് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇതാണ് നമ്മുടെ ബ്രിഡ്ജ് വിങ് പോർഷൻ. അതായത് നമ്മൾ നേരത്തെ കണ്ട ബ്രിഡ്ജ് പോർഷനിലെ വിങ് പോർഷൻ ഇങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കുന്നൊരു പോർഷൻ, അതുതന്നെ വിങ് എന്ന് പറയും. തൊട്ട് താഴെ ഒരു ക്യാമറയും ഉള്ളതായിട്ട് നമുക്ക് ഇവിടെ നിന്നാൽ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഓരോ നിലയും സ്റ്റെയറുമുണ്ട്. അകത്ത് ലിഫ്റ്റ് കാണുമായിരിക്കും. ഓരോ നിലയിലും സ്റ്റെയറും ഉള്ളതായിട്ട് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. 2 രീതിയിലൂടെ നമുക്ക് ഓരോ നിലയിലേക്കും പോകാനും സാധിക്കും. ഇതാണ് നമ്മൾ ലൈഫ് ബോട്ട് സിസ്റ്റം. എമർജൻസി ഘട്ടങ്ങൾക്ക് ഈ പറയുന്ന ക്രൂ മെമ്പേഴ്സിന് ഉപയോഗിക്കാൻ സാധിക്കുന്ന വിധത്തിലാണ് ലൈഫ് ബോട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. പുതിയൊരു ആയതിനാൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അതിലൊരു ക്രൂ മെമ്പേഴ്സ് നമ്മുടെ വിഴിഞ്ഞം പോർട്ടിനെ നോക്കിക്കാണുന്നതും നമുക്ക് വളരെ ദൂരം ഒന്നായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ. അദ്ദേഹം നമ്മുടെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ടിനെ നോക്കിക്കാണുകയാണ്. കാരണം ഇത്രയും വലിയൊരു ഷിപ്പ് ലോകത്തിലെ ഏറ്റവും വലിയ പോർട്ടുകൾ പോകുന്നതോടൊപ്പം നമ്മുടെ കേരളത്തിലെ സ്വന്തം വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ടിലേക്ക് വരുന്നത് വളരെ ആശ്ചര്യത്തോടെ ആയിരിക്കും ചിലപ്പോൾ ആ ക്രൂ മെമ്പേഴ്സ് നോക്കുന്നത്. അല്ലെങ്കിൽ അതൊരു മലയാളിയായിരിക്കും. 2-3 കാരണങ്ങൾ കൊണ്ട് തന്നെയായിരിക്കും നമ്മുടെ പോർട്ടിനെ അവർ നോക്കിക്കാണുന്നത്. MSC എന്ന് പറയുന്ന വലിയ ബാഡ്ജിങ്ങും വലിയൊരു ഷിപ്പ് തന്നെയാണ്. 366 മീറ്റർ നീളമുള്ള MSC മരിയ കൃഷ്ണയെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഈ കാണുന്ന ഈ പോർഷനാണ് ഫണൽ എന്ന് പറയുന്നത്. ഈ ഫണലിലും വളരെയധികം പ്രത്യേകത ഉണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലോകത്തിലെ ഏറ്റവും വലിയ B ടൈപ്പ് LNG ടാങ്ക് കപ്പലിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കപ്പലിൻ്റെ
പിന്നെ എക്സോസിൻ്റെ വാൾവിൻ്റെ ഔട്ട്പുട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഉണ്ടോ, ഇതാണ് നമുക്ക് കാണാൻ സാധിക്കുന്ന ഫണൽ പോർഷൻ്റെ ഇതെല്ലാം വളരെ വ്യത്യസ്തമായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഏറ്റവും പുതിയ ഷിപ്പായ കാരണം വളരെ ഭംഗിയാണ് ഷിപ്പ് കാണാൻ. ഇതാ ഫണലിൻ്റെ ഏറ്റവും സൈഡിലെ പോർഷൻ. നമുക്ക് നമ്മുടെ മുന്നിലൂടെ കപ്പൽ കടന്നു പോകുമ്പോൾ ആ സൈഡ് പോർഷൻ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. നമ്മൾ ഷിപ്പിൻ്റെ പേരലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഈ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് ഫണലിൽ തന്നെ എത്ര നിലകളുണ്ടെന്നും എന്തൊക്കെയാണ് ഫിറ്റിങ്സ് എന്നും നമുക്ക് കാണാൻ സാധിക്കും. ഷിപ്പുമായിട്ട് റിലേറ്റ് ചെയ്തവർക്ക് വ്യക്തമായിട്ട് എന്തൊക്കെയാണ് ഫിറ്റിങ്സ് എന്ന് ഇവിടെ നിന്ന് തന്നെ അറിയാൻ സാധിക്കും. പക്ഷേ നമ്മൾ ഷിപ്പുമായിട്ട് അധികം ബന്ധമില്ലാത്തതിനാൽ നമുക്ക് കുറച്ച് എക്യുപ്മെൻറ്റ്സ് മാത്രമാണ് നമുക്ക് സൂമിങ്ങിലൂടെ കിട്ടാൻ സാധിക്കും. കുറേ മീറ്ററൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. എന്തൊക്കെയാണ് എനിക്ക് തോന്നുന്നു ഈ പറയുന്ന എക്സോസിൻ്റെ ഔട്ട്പുട്ടിലേക്ക് പോകുന്ന മീറ്റർ റീഡിങ്ങിനുള്ള മീറ്റർ, അങ്ങനെ കുറേ സിസ്റ്റമാണ് നമുക്ക് ഈ എഞ്ചിനുമായിട്ട് കണക്ട് ചെയ്ത് എക്സോസ് വാൾവിൻ്റെ അടുത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതാണ് എക്സോസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് കുറച്ച് സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ബാക്കിലോട്ട് പോകാം. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ പോർഷൻ ഷൂട്ട് ചെയ്യാൻ കാരണം ഇത് വലിയൊരു LNG ടാങ്ക്, അത് ലോകത്തിലെ തന്നെ B കാറ്റഗറിപ്പെട്ടത് ഏറ്റവും വലിയൊരു LNG ടാങ്ക് ഇതിനകത്തുള്ളത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒന്ന് സൂം ചെയ്ത ആ പോർഷൻ നമ്മൾ എടുത്തിട്ടുള്ളത്. ഇത് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയാണ്. ഇനി കുറച്ച് ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ MSCയുടെ തന്നെയാണ് ധാരാളം കണ്ടെയ്നർ, അതായത് 99% MSCയുടെ കണ്ടെയ്നർ തന്നെയാണ് ഷിപ്പിൽ നിരയായി അടുക്കി വെച്ചിട്ടുള്ളത്. ഇടയ്ക്ക് 1-2 റാക്കുകൾ ഫ്രീ ആണെങ്കിൽ ബാക്കി എല്ലാ റാക്കും ഫില്ലുമാണ്. അതുമാത്രമല്ല 15.5 മീറ്ററാണ് ഷിപ്പിൻ്റെ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. അതിനാൽ നമുക്ക് ബൾബസ് ബോയ് ഒന്നും പൂർണ്ണമായിട്ടുള്ള ബൾബസ് ബോയ് കാണാനേ സാധിക്കില്ല. ഇതാ ഈ പറയുന്ന ഈ പോർഷനും നമുക്ക് റാക്ക് ഫില്ല് ചെയ്യാനുണ്ട്. എനിക്ക് തോന്നുന്നു വിഴിഞ്ഞം പോർട്ടിൽ ട്രാൻസ്ഷിപ്മെൻ്റ് ഭാഗമായിട്ട് വരുന്ന ഷിപ്പുകളാണ് ഇപ്പോൾ മദർ വെസലായാലും ഫീഡർ വെസലായാലും. അതിനാൽ പല റാക്കും ഒഴിഞ്ഞു കിടന്നാലും നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൽ നിന്നും കണ്ടെയ്നർ കയറ്റി പോകുന്നതിനും ഇറക്കുന്നതിനും വേണ്ടി തന്നെയാണ് ഇതുപോലുള്ള ധാരാളം മദർ വെസലുകളും ഫീഡർ വെസലുകളും വിഴിഞ്ഞം പോർട്ടിൽ വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഈ ഷിപ്പിന് പ്രത്യേകത ഉള്ളത് കൊണ്ട് തന്നെയാണ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. MSC ഇപ്പോൾ നമുക്ക് നിലവിൽ 2 ടഗ് ബോട്ടുകളെ നമുക്ക് ഏറ്റവും പുറകിലായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതിൽ ഹെവി റോപ്പും ടൈ ചെയ്തിട്ടുണ്ട്. വളരെ മനോഹരമായ ഷിപ്പ് വിഴിഞ്ഞം പോർട്ടിനകത്തോട്ട് പ്രവേശിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ സാവധാനമാണ് ഇപ്പോൾ നമുക്ക് ഈ പറയുന്ന 2960 മീറ്ററുള്ള ബ്രേക്ക് വാട്ടറിൻ്റെ എൻഡ് പോർഷൻ കടന്ന് പോർട്ടിനകത്തോട്ട് പ്രവേശിച്ച് കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ ഷിപ്പ്. ഇതുവരെ ഷിപ്പ് പ്രവേശിച്ചത് കപ്പൽ ചാലിലൂടെ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് MSC മരിയ കൃഷ്ണ എന്ന് പറയുന്ന ഷിപ്പ് പോർട്ടിനകത്ത് പ്രവേശിച്ചിരിക്കുന്നു. ഇപ്പോൾ ഇനി നമുക്ക് ഫുൾ കൺട്രോളിൽ, അതായത് നമ്മുടെ ഈ പറയുന്ന കപ്പൽ ചാലിലൂടെ വന്നതുപോലെ അല്ല, പോർട്ടിനകത്ത് പ്രവേശിച്ചു കഴിഞ്ഞാൽ ടഗ് ബോട്ടുകളുടെ സ്ട്രിക്റ്റ് ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് മാത്രമേ ടഗ് ബോട്ടുകളുടെയും പോർട്ടിലെ പൈലറ്റുമാണ് നമ്മുടെ കപ്പൽ നിയന്ത്രിച്ചുകൊണ്ട് തന്നെ പോകുന്നത്. കാരണം കപ്പൽ ഇപ്പോൾ നിയന്ത്രിക്കുന്ന പോർട്ടിലെ പൈലറ്റും നമ്മുടെ ടഗ് ബോട്ടുകളുടെയും സഹായത്തോടെ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് കപ്പൽ ഒന്ന് തിരിച്ചിട്ടായിരിക്കും നിലവിൽ ബെർത്തിങ്ങിലേക്ക് പോവുക. കാരണം ഇപ്പോൾ 15.5 മീറ്ററാണ് ഷിപ്പിൻ്റെ ഡ്രാഫ്റ്റ് ഉള്ളത്. ഞാൻ പലപ്പോഴായിട്ട് പറയുന്ന പോലെ MSC കൈലി ആദ്യമായിട്ട് വിഴിഞ്ഞം പോർട്ടിൽ വന്നപ്പോൾ 16.5 മീറ്റർ ഡ്രാഫ്റ്റ് ആയിരുന്നു. അതായത് 1 മീറ്റർ ഡ്രാഫ്റ്റ് കൂടെ തീർച്ചയായിട്ടും കൂടുതലായിരുന്നു MSC കൈലിക്ക്. MSC ക്ലൗഡ് ജെറാട്ടിന് 16.7 മീറ്റർ ആയിരുന്നു. ഇപ്പോൾ നമുക്ക് ഈ പറയുന്ന വീൽ ഹൗസിൽ, അതായത് നമ്മുടെ ബ്രിഡ്ജ് പോർഷനിലെ വീൽ ഹൗസിൽ ആൾക്കാരൊക്കെ അങ്ങോട്ട് നടന്നു പോകുന്ന വളരെ ചെറുതായിട്ടേ കാണാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾക്ക് കാണാൻ നമ്മുടെ പ്രേക്ഷകർ കാണാൻ സാധിക്കുമെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് ഇടുക. ഉണ്ടോ, വീൽ ഹൗസിൽ കർട്ടൻസ് ഉള്ളതാണ്. കാരണം വെയിലടിക്കുമ്പോൾ ധാരാളം വെയിലകത്ത് കയറുന്നതിന് പകരം കർട്ടൻസ് ഉള്ളത്. ഈ കർട്ടൻസ് ഒന്നും അതിലിട്ടിട്ടില്ല. അതായത് കർട്ടൻസ് ഇട്ടില്ലെങ്കിൽ നമ്മുടെ പോർട്ടിന്, എനിക്കൊന്ന് കർട്ടൻ ഇട്ടായിരിക്കും വന്നിട്ടുള്ളത്. നമ്മുടെ പോർട്ടൊക്കെ ഒന്ന് വിസിബിളായിട്ട് കാണാൻ വേണ്ടിയായിരിക്കും കർട്ടൻസൊക്കെ ഒന്ന് മാറ്റി നിലവിൽ എല്ലാവരും പോർട്ടിൻ്റെ വർക്കിംഗ്, അതായത് നമ്മുടെ ഈ ട്രയലിൻ്റെ ഭാഗമായിട്ട് തന്നെ അതിശയത്തോടെ നോക്കും നമ്മുടെ പോർട്ട്. കാരണം ട്രയലിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഷിപ്പുകൾ വരുന്നത്. അപ്പോൾ അത് നോക്കി കാണുന്നതിനും കർട്ടൻ മാറ്റാം. നിലവിൽ ഇതാ വളരെ വളരെ സാവധാനം നമ്മുടെ പോർട്ടിനകത്തോട്ട് പ്രവേശിക്കുന്ന ഷിപ്പിനെ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. MSC എന്ന് പറയുന്ന ബാഡ്ജിങ് ആണ്, വലിയൊരു ബാഡ്ജിങ് ആണ് MSC. അത് എല്ലാ ഷിപ്പുകൾക്കും അങ്ങനെ തന്നെയാണ്. MSC എന്നുള്ള ബാഡ്ജിങ് ഉണ്ട്. അത് മാത്രമല്ല പുതിയ ഷിപ്പുകൾ ഇറങ്ങുന്നതോടും കണ്ടെയ്നർ കപ്പാസിറ്റി കൂട്ടിയാണ് ഇറക്കുന്നത്, പക്ഷേ നീളം കൂട്ടുന്നില്ല. ഇപ്പോൾ നിലവിൽ MSC അന്നയ്ക്ക് ഏതാണ്ട് 19,000 സംതിങ് ഉണ്ട്, ഏതാണ്ട് 400 മീറ്റർ നീളമാണ്. അത് കഴിഞ്ഞാൽ വേറെ കുറേ ഷിപ്പുകൾ, അതായത് ഒരു 10 വർഷം മുന്നേ ഉള്ള ഷിപ്പുകൾക്കെല്ലാം 366 മീറ്റർ ആണെങ്കിലും 10,000 TEV 12,000 TEV ഉള്ളപ്പോൾ നമുക്ക് ഈ കാണുന്ന 366 മീറ്റർ നീളമുള്ള അതേ നീളമുള്ള ഷിപ്പിന് ഏകദേശം 16,550 TEV കണ്ടെയ്നർ കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ പുതിയ ടെക്നോളജി അനുസരിച്ച്
ഈ പറയുന്ന കണ്ടെയ്നർ വെക്കേണ്ട സ്പേസ് കൂട്ടി വരികയാണ് ഷിപ്പിന്. ഇനി ഇറങ്ങുന്ന ഷിപ്പുകളെല്ലാം അങ്ങനെ തന്നെയായിരിക്കും, നീളം വലുതായിട്ട് കൂട്ടുകയില്ല, പക്ഷേ കണ്ടെയ്നർ കപ്പാസിറ്റി മാക്സിമം കൂട്ടിയാണ് വരുന്നത്. കാരണം നീളം കൂട്ടിക്കഴിഞ്ഞാൽ ടാക്സും ഇതിൻ്റെ ഇൻഷുറൻസും അങ്ങനെയൊക്കെ വലിയ വ്യത്യാസമാണ് വരുന്നത്. അപ്പോൾ കറക്റ്റ് നീളത്തിൽ മാക്സിമം കപ്പാസിറ്റി ഓഫ് കണ്ടെയ്നർ എങ്ങനെ കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും മോഡേൺ ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള മെഷീൻസ് ഉപയോഗിച്ചിട്ടുള്ള ഈ പറയുന്ന കണ്ടെയ്നർ കറക്റ്റായിട്ട് വെക്കേണ്ട ഭാഗത്തിന്, അതായത് എത്രത്തോളം കണ്ടെയ്നർ ഇതിന് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും അതിനനുസരിച്ച് സ്പേസ് കണ്ടുപിടിക്കുന്ന രീതിയിലുള്ള പുതിയ ഷിപ്പുകളെല്ലാം നിർമ്മിച്ചു. ഷിപ്പിൻ്റെ ഏറ്റവും ബാക്കിലെ പോർഷനാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കണ്ടെയ്നർ അടുക്കി വെച്ചിരിക്കുന്നത് വളരെ മനോഹരമായി നമുക്ക് കാണാൻ സാധിക്കും. കാരണം ഗോൾഡൻ നിറത്തിലുള്ള കണ്ടെയ്നർ വളരെ മനോഹരമാണ്. MSCയുടെ കണ്ടെയ്നർ ആ പോർഷൻ വളരെ ഭംഗിയായിട്ട് ലെവലായിട്ട് അടുക്കി വെച്ചിരിക്കുന്നു. നിലവിൽ അത് കറക്റ്റ് പെർഫെക്റ്റ് ഒരു ഗ്യാപ്പ് ഇല്ലാതെയാണ് കറക്റ്റായിട്ട് നമ്മുടെ ഈ കാണുന്ന ഷിപ്പിൽ വെച്ചിട്ടുള്ളത്. അതുമാത്രമല്ല ഇപ്പോൾ നമുക്ക് ഷിപ്പിൻ്റെ ഫണൽ, അതായത് ഫണൽ വളരെ വളരെ മനോഹരമായ ഒരു ഫണൽ തന്നെ, ഡിസൈനൊക്കെ കളറൊക്കെ കൊടുത്തിട്ടുണ്ട് ഫണലിൽ. അത് മാത്രമല്ല ഒരു ഫണലല്ല, ഒരു മെയിൻ ഫണലും അതിനോട് ചേർന്നിട്ട് 1 2 3 4 5 ചെറിയ പോർഷനും നമുക്ക് കാണാൻ സാധിക്കും. അത് LLG ടാങ്ക് ഉള്ളത് കൊണ്ടായിരിക്കും അങ്ങനെ. അല്ല, വേറെ കുറേ ഷിപ്പുകൾക്കും അങ്ങനെ നിലവിൽ ഈ ഫണലിൽ ഒന്നിൽ കൂടുതൽ ഫണൽ അതിലുള്ളതായിട്ട് കാണാൻ സാധിക്കും. അത് മാത്രമല്ല ഫണലിൻ്റെ ഈ വശത്തൊക്കെ ഷട്ടേഴ്സ് ഒന്നും കാണാൻ കണ്ടോ. എനിക്ക് എയർ കയറാൻ വേണ്ടിയോ അങ്ങനെ വേറെ എന്തോ ആണ് പർപ്പസ് അതിനുള്ളൂ. ഫണലിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ലാത്തതുകൊണ്ട് നമുക്കറിയില്ല. നമുക്ക് കാണുന്ന പോർഷനാണ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റുക. അപ്പോൾ അതാണ് നമ്മുടെ ഈ മരിയ കൃഷ്ണ എന്ന് പറയുന്ന ഷിപ്പ് വിഴിഞ്ഞം പോർട്ടിനകത്തോട്ട് പ്രവേശിക്കുന്ന കാഴ്ച. ഇനി ഷിപ്പ് പൂർണ്ണമായിട്ടും ഈ ഭാഗത്തുനിന്ന് തിരിയുന്ന കാഴ്ചയായിരിക്കും നമുക്ക് കാണുന്നത്. ഇപ്പോൾ നമുക്ക് പോകുന്ന ബ്രേക്ക് വാട്ടറിൻ്റെ ഇപ്പം എൻഡ് പോർഷനിൽ, അതായത് എൻഡ് പോർഷൻ എന്ന് പറഞ്ഞാൽ ബ്രേക്ക് വാട്ടറും ബെർത്തും തുടങ്ങുന്ന ആ ഒരു ഇടയ്ക്കുള്ളൊരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അതിപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഉണ്ടോ, നമ്മുടെ STS ക്രെയിന് പൂർണ്ണമായിട്ട് ബൂം റൈസ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. ഈ ബെർത്തിൻ്റെ പോർഷനും ഈ ബ്രേക്ക് വാട്ടറിൻ്റെ പോർഷനും തമ്മിൽ ഞാൻ പലപ്പോഴായിട്ട് പറയുന്ന പോലെ ഏകദേശം 950 മീറ്ററോളമാണ് വീതിയുള്ളത്. ലെന്ത് എന്ന് പറയാൻ പറ്റില്ല, വീതി എന്ന് പറയാം, വീതിയുള്ളത്. അപ്പോൾ ആ പോർഷൻ്റെ എൻഡ് പോർഷനിലേക്കാണ് പോകുന്നത്. കാരണം ഇവിടെ നിന്നും 366 മീറ്റർ നീളമുള്ള MSC മരിയ കൃഷ്ണയ്ക്ക് ഈസിയായിട്ട് തിരിയാൻ സാധിക്കും. ഇതുപോലുള്ള 2 ഷിപ്പുകൾക്ക് തിരിയാൻ സാധിക്കും. കാരണം MSC ക്ലൗഡ് ജെറായിട്ടും വന്നതുപോലെ തന്നെ ബെർത്ത് ചെയ്തെങ്കിലും ഷിപ്പ് പോകാൻ നേരത്ത് തീർച്ചയായിട്ടും രാത്രിയാണ് ഷിപ്പ് പോയത്, അതുകൊണ്ടാണ് നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ MSC കൈലി ഇതേപോലെ തിരിഞ്ഞത്. MSC അന്ന, MSC വിവിയാന, ഏതാണ്ട് MSC അന്നയും വിവിയാനൊക്കെ 400 മീറ്റർ നീളമുള്ള ഷിപ്പ് ഇതേപോലെ വളരെ ഈസി ആയിട്ട് തിരിഞ്ഞു പോയെങ്കിൽ തീർച്ചയായിട്ടും MSC മരിയ കൃഷ്ണയും ഇതേപോലെ തിരിഞ്ഞു പോകാനായിട്ട് സാധിക്കും. അതിന് ടഗ് ബോട്ടുകൾ ഇപ്പോൾ നിലവിൽ ഈ പറയുന്ന ബ്രേക്ക് വാട്ടറിൻ്റെ എൻഡ് പോർഷനിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നുണ്ടോ. എൻഡ് പോർഷനിലേക്ക് കൊണ്ടുപോകുന്നു. ഇപ്പോൾ നിലവിൽ 3 ടഗ് ബോട്ടാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഡോൾഫിൻ 26, 27, പിന്നെ 28. ഇനി ഓഷ്യൻ പ്രസ്റ്റിറ്റ്യൂഡ് ഉണ്ട്. അങ്ങനെ 4 ടഗ് ബോട്ടുകളുടെ ഫുൾ കൺട്രോളിലും നമ്മുടെ പോർട്ടിലെ പൈലറ്റായ മിസ്റ്റർ തുഷാർ അദ്ദേഹത്തിൻ്റെ കൺട്രോളിലുമാണ് ഷിപ്പ് പൂർണ്ണമായിട്ടും ഈ പോർട്ടിൽ തിരിഞ്ഞ് ബെർത്ത് ചെയ്യാൻ പോകുന്ന കാഴ്ച. പക്ഷേ ഈ ഷിപ്പ് തിരിയുന്നത് വളരെ മനോഹരമായ ഒരു ദൃശ്യം തന്നെയായിരിക്കും. ഞാൻ ഇരിക്കുന്ന ഈ പോയിന്റിൽ നിന്നും വളരെ വ്യക്തമായിട്ട് ഈ ഷിപ്പ് പൂർണ്ണമായിട്ട് തിരിഞ്ഞു വരുന്ന ഒരു കാഴ്ചയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. കപ്പൽ തിരിയുന്നതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള ഈ ടഗ് ബോട്ട് ഇപ്പോൾ ഒരു ഹെവി പ്രഷർ കൊടുത്ത് കപ്പൽ നമ്മൾ ഈ കാണുന്ന പോർഷൻ, ബാക്ക് പോർഷൻ നമുക്ക് പറയാം, ഈ പോർഷനെ തിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഹെവി പ്രഷർ കപ്പലിലേക്ക് കൊടുന്ന് കാണാൻ സാധിക്കും. കാരണം അത് ഹെവി പ്രഷറാണെന്ന് പറയാൻ കാരണം കപ്പലിൻ്റെ ബാക്കിൽ നിന്നും ഇഞ്ചിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് വെള്ളത്തിലേക്ക് പോകുന്ന അത് കാണാൻ സാധിക്കണ്ട. ഇവിടെയുള്ള കടൽ ജലമെല്ലാം ബാക്കിലോട്ട് വളരെ ഫാസ്റ്റായിട്ടാണ് മൂവ് ചെയ്യുന്നത്. അതിനാൽ മുന്നിലേക്ക് പ്രഷർ ടഗ് നല്ലപോലെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ കൊടുത്താൽ മാത്രമേ ഷിപ്പിങ്ങിനെ തിരിഞ്ഞു വരുള്ളൂ. അതായത് 4 ടഗ് ബോട്ടാണ് പൂർണ്ണമായിട്ടും കൺട്രോൾ ചെയ്ത് ഒരു ഷിപ്പിനെ പൂർണ്ണമായിട്ടും തിരിക്കുന്നത്. നമുക്ക് വളരെ ഈസി ആയിട്ട് പറയാൻ പറ്റുമെങ്കിലും പൂർണ്ണമായിട്ടും കൺട്രോൾ തന്നെയാണ് ഷിപ്പ്. കറക്റ്റ് പോയിന്റ് ടു പോയിന്റ് കൺട്രോൾ തന്നെയായിരിക്കും എല്ലാ പോർട്ടിലും. വിഴിഞ്ഞം പോർട്ടിൽ മാത്രമല്ല, ലോകത്തിലെ എല്ലാ പോർട്ടിലും അങ്ങനെ തന്നെയായിരിക്കും തിരിഞ്ഞു വരുന്നത്. പക്ഷെ നമ്മുടെ ഈ പോർട്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് 4 മാസമേ ആയിട്ടുള്ളൂ. അതിൽ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പുകൾ തന്നെ വന്നു പോകുന്ന ഒരു പോർട്ടായി മാറി വിഴിഞ്ഞം പോർട്ട്. അതിനാൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇതിനെക്കാട്ടിയും വലിയ ഷിപ്പും നമുക്ക് ഇവിടെ നിന്ന് തിരിച്ചുള്ള കാരണം നമുക്ക് ഈ ഷിപ്പിനെയും വളരെ ഈസി ആയിട്ട് തിരിക്കാൻ സാധിക്കും. പക്ഷേ പൂർണ്ണമായിട്ടും നമ്മുടെ മുന്നിൽ തന്നെ ഷിപ്പ് തിരിഞ്ഞു വരുന്നൊരു മനോഹരമായ ദൃശ്യം തന്നെയായിരിക്കും നമുക്ക് ഇവിടെ നിന്ന് പകർത്തിയെടുക്കാനായി സാധിക്കുക. ചെറിയൊരു മൂടൽ മഞ്ഞുള്ളത് കൊണ്ടാണ് ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ചില സമയത്തൊക്കെ ഈ ചെറിയൊരു മഴച്ചാറ്റൽ അല്ലെങ്കിൽ കുറച്ച് വെയിൽ വന്നു പോകുമ്പോൾ കുറച്ച് ക്ലാരിറ്റി ആയിട്ട് തോന്നും. പക്ഷേ മൂടൽ മഞ്ഞ് വരുമ്പോൾ പഴയതുപോലെ മാറും. അതുകൊണ്ടാണ് ഈ ചെറിയൊരു ക്ലാരിറ്റിക്ക് വ്യത്യാസമായി വരുന്നത്. ഇപ്പോൾ നമുക്ക് മുന്നിൽ നിൽക്കുന്ന ടഗ് ബോട്ട് ഹെവി റോപ്പ്
ടൈറ്റ് ചെയ്തതിന് ശേഷം ഈ കപ്പലിനെ തിരിച്ചു കൊണ്ടുവരുന്ന കാഴ്ച നമുക്ക് വളരെ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അത് നമുക്ക് കാണാൻ സാധിക്കും. ഡോൾഫിൻ 27 ആണെന്ന് തോന്നുന്നു. അതായത് ബാക്കിൽ നിൽക്കുന്ന ഒരു ടഗ് ബോട്ട് നമ്മുടെ ഷിപ്പിലേക്ക് പുഷ് ചെയ്യുമ്പോഴത്തേക്കും മുന്നിൽ നിൽക്കുന്ന ടഗ് ബോട്ട് റോപ്പ് ഉപയോഗിച്ച് പുള്ള് ചെയ്യുന്ന കാഴ്ച. അങ്ങനെ പുള്ളിങ് പുഷിങ് കൊടുത്ത് വളരെ ഈസി ആയിട്ട് കപ്പലിനെ തിരിച്ചെടുക്കുന്ന, അല്ലെങ്കിൽ കപ്പലിനെ നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൽ പൂർണ്ണമായിട്ടും തിരിച്ചു വരുന്നത് 180 ഡിഗ്രി. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ 360 ഡിഗ്രിയിൽ തിരിഞ്ഞു വരുന്നത് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരാൾ കമൻ്റായിട്ടിട്ടു 360 അല്ല 180 ആണ്. കറക്റ്റാണ്, 180 ആണ്. എനിക്ക് തെറ്റിയതാണ്. കാരണം നമ്മൾ പൂർണ്ണമായിട്ടും കപ്പൽ തിരിഞ്ഞു വരുന്നില്ലല്ലോ. കാരണം നിലവിൽ 180 മാത്രമേ കപ്പൽ തിരിയുന്നുള്ളൂ. 180 ഡിഗ്രി സെൽഷ്യസ് തിരിയുന്ന 180 ഡിഗ്രിയിൽ തിരിയുന്ന കപ്പലിനെ നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ സൂം ചെയ്ത് പിടിച്ചിരിക്കുന്നത് നിലവിൽ ഈ റോപ്പ് ടൈറ്റ് ചെയ്തതിന് ശേഷം കപ്പലിനെ തിരിക്കുന്ന പോർഷനിലേക്ക് ആണ് നമ്മൾ കാണാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ കപ്പൽ പൂർണ്ണമായിട്ടും നമ്മുടെ മുന്നിൽ നിന്നും തിരിഞ്ഞു വരുന്ന വളരെ മനോഹരമായ ദൃശ്യം നമുക്ക് തീർച്ചയായിട്ടും കാണാൻ സാധിക്കും. വളരെ സാവധാനത്തിലാണ് ഏറ്റവും പുതിയ കപ്പലായ MSC മരിയ കൃഷ്ണനെ തിരിച്ചു കൊണ്ടുവരുന്ന കാഴ്ച. ഇപ്പം നമുക്ക് ഈ സ്ഥലത്ത് 2 ടഗ് ബോട്ടുകളെ കാണാൻ സാധിക്കുന്നുണ്ടോ? മറുപുറത്ത് ഷിപ്പിൻ്റെ തൊട്ടപ്പുറത്ത് 2 ടഗ് ബോട്ടുകളുണ്ട്. അങ്ങനെ 4 ടഗ് ബോട്ടുകളുടെ പൂർണ്ണ കൺട്രോളിലും നമ്മുടെ പലപ്പോഴായിട്ട് പറയുന്നില്ല പോർട്ടിൻ്റെ പൈലറ്റായ മിസ്റ്റർ തുഷാർ അദ്ദേഹത്തിൻ്റെ കൺട്രോളുമാണ് എല്ലാ ഷിപ്പുകളും തിരിഞ്ഞു വരുന്നത്. അതിലേറ്റവും പുതിയ ഷിപ്പായ ലോകത്തിലെ ഏറ്റവും വലിയ B ടൈപ്പ് LNG ടാങ്ക് കാറ്റഗറിയപ്പെടുന്ന ഷിപ്പും വളരെ അനായാസന വിഴിഞ്ഞം പോർട്ടിൽ തിരിയുന്ന കാഴ്ചയാണ് നമ്മളീ കാണുന്നത്. ഇനി വേറൊരു ചെറിയൊരു സ്റ്റോറിയുണ്ട് ഷിപ്പിന്. അതായത് ഈ ഷിപ്പ് ബിൽഡ് ചെയ്തിട്ടുള്ളത് ഒക്ടോബർ 25, അതായത് ഒക്ടോബർ 25-ാം തീയതിയാണ്. കറക്റ്റ് ഡേറ്റ് പറഞ്ഞാൽ 21/10/2024 ഷിപ്പ് ബിൽഡ് ചെയ്തെങ്കിലും ഒക്ടോബർ 25-ന് കപ്പൽ നമ്മളെ കടലിലേക്ക് പ്രവേശിച്ചു, അല്ലെങ്കിൽ നീറ്റിലിറങ്ങി എന്ന് തന്നെ പറയാം. ഇത് ബിൽഡ് ചെയ്തത് നമ്മുടെ ഈ പറയുന്ന, അതായത് ചൈനയിലാണ് ഏറ്റവും കൂടുതൽ ഷിപ്പ് യാർഡുകളുള്ളത്. അതിലെ ഡാലിയൻ ഷിപ്പ് യാർഡിൽ നിന്നാണ്, അല്ലെങ്കിൽ ഡാലിയൻ ഷിപ്പ് യാർഡിൽ നിന്നാണ് ഈ ഷിപ്പ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഡാലിയൻ ഷിപ്പ് യാർഡ് എന്ന് പറയുന്നത് ചൈനയിലെ തന്നെ ഒരു ബിൽഡിംഗ് കോർപ്പറേഷൻ്റെ അണ്ടറിലുള്ളതാണ്. അതായത് സബ്സിഡറി ഓഫ് ചൈന ഷിപ്പിംഗ് ബിൽഡിംഗ് കോർപ്പറേഷൻ അണ്ടറിലാണ് നമ്മൾ ഈ പറയുന്ന ഡാലിയൻ ഷിപ്പിംഗ് ബിൽഡിംഗ് ഇൻഡസ്ട്രി ഉള്ളത്. അവിടെ നിന്നാണ് ഈ ഷിപ്പ് ഒക്ടോബർ 25-ാം തീയതി, ഒക്ടോബർ 21-ാം തീയതി കപ്പലിൻ്റെ പണി പൂർത്തിയായെങ്കിലും 25-ാം തീയതിയാണ് കപ്പൽ നീറ്റിലിറങ്ങിയത്. അവിടെ നിന്നും ഷിപ്പ് നീറ്റിലിറങ്ങിയതിന് ശേഷം ഈ പറയുന്ന ഫസ്റ്റ് പോയത് എനിക്ക് തോന്നുന്നു ടിയാജിൻ പോർട്ടിലേക്കാണ് പോയത്. അതിനുശേഷം കൊറിയയിലെ ബുസാൻ പോർട്ടിലേക്ക് പോയി. പിന്നെ അതിനുശേഷം വന്ന് ഷാങ്ഹായിലെ, അതായത് ചൈനയിലെ ഷാങ്ഹായ് നമുക്കെല്ലാവർക്കും വളരെ ഫേമസ് ആണ്. അതായത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ചൈന തന്നെയാണ് ആ പ്രോഡക്റ്റുകൾ കപ്പൽ മാർഗം ലോകത്തിൻ്റെ പല ഭാഗത്തും എത്തിക്കുന്നത്. അതിലേറ്റവും വലിയ തുറമുഖങ്ങളൊന്നാണ് ഷാങ്ഹായ്, ചൈനയിലെ ഷാങ്ഹായ് തുറമുഖം. ഈ ചൈനയിലെ ഷാങ്ഹായ് തുറമുഖത്തെത്തിയ കപ്പൽ പിന്നെ അവിടെ നിന്നും ചൈനയിലെ നിങ്ബോ തുറമുഖം, യാൻജിയൻ തുറമുഖം, അതിനുശേഷം സിംഗപ്പൂർ പോർട്ടിൽ വന്നതിന് ശേഷമാണ് വിഴിഞ്ഞം പോർട്ടിൽ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ തുറമുഖം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോർട്ടുകളെല്ലാം ലോകത്തിലെ വലിയ പോർട്ടുകൾ ശ്രേണിയിൽപ്പെട്ട പോർട്ട് തന്നെയാണ്. ആ ഒരു ശ്രേണിയിൽ നമ്മുടെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ടും ഉൾപ്പെടുത്തി എന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യമല്ല. കാരണം വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് എന്ന് പറയുന്നത് ഇപ്പോഴും ഞാൻ പറയുന്നു നമ്മുടെ ഈസ്റ്റ് വെസ്റ്റ് സീ റൂട്ടിൻ്റെ വെറും 10 നോട്ടിക്കൽ മൈൽ എന്ന് പറയുമ്പോൾ ഏകദേശം 18.5 കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളത്. അവിടെയാണ് നമ്മുടെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് ഇപ്പോൾ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന പോർട്ട്. ആ പോർട്ടിലേക്കാണ് ഷിപ്പ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. അതുമാത്രമല്ല നാച്ചുറലായിട്ട് തന്നെ 18 മീറ്റർ, ഞാൻ എപ്പോഴും എടുത്തെടുത്ത് പറഞ്ഞാലും എനിക്കൊരു മടുപ്പുമില്ല, പിന്നെയും ഞാൻ പറയും ഏകദേശം 18 മീറ്ററാണ് നാച്ചുറലായിട്ട് ഡെപ്ത് ഉള്ളത്, അല്ലെങ്കിൽ ആഴമുള്ള പോർട്ട്. പല ഭാഗത്തായിട്ട് നമ്മൾ 22 മീറ്റർ വരെ ആഴം കൂട്ടിയിട്ടുമുണ്ട്. അതിനാൽ നമുക്ക് ഈ പറയുന്ന ഷിപ്പിന് എത്ര വലിയ ഡ്രാഫ്റ്റിൽ വരുന്ന ഷിപ്പായാലും നമുക്ക് വളരെ അനായാസേന രാത്രിയായാലും പകലായാലും വേലിയേറ്റമോ വേലിയിറക്കവുമില്ല. അതുമാത്രമല്ല നമ്മൾ ഈ കാണുന്ന കപ്പൽ ചാലിൽ തിരിച്ച് മണൽ വന്നടിയുന്ന പ്രതിഭാസമില്ല. അങ്ങനെയുള്ള ലോകത്തിലെ ഒരേ ഒരു പോർട്ടിൻ്റെ, അല്ലെങ്കിൽ ലോകത്തിലെ പല പോർട്ടിൻ്റെയും, ഒരേ ഒരു പോർട്ട് എന്ന് പറയാം, ലോകത്തിലെ പല പോർട്ടിൻ്റെയും ശ്രേണിയിൽപ്പെട്ട പോർട്ട് തന്നെയാണ്. അതായത് വിരലിലെണ്ണാവുന്ന പോർട്ട് മാത്രമേ കാണുള്ളൂ ഇങ്ങനെയുള്ള പോർട്ടുകൾ. ആ പോർട്ടിന് ലിസ്റ്റിൽപ്പെട്ട പോർട്ട് തന്നെയാണ് നമ്മുടെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട്. ആ പോർട്ടിൽ നിന്നാണ് MSC മരിയ കൃഷ്ണ ഇപ്പോൾ തിരിഞ്ഞു വരുന്ന കാഴ്ച തന്നെയാണ് നമ്മൾ കാണുന്നത്. MSC കൈലിയും MSC ക്ലൗഡ് ജെറാൾട്ടും MSC അന്നയും MSC വിവിയാനയും തിരിഞ്ഞു വന്ന അതേ സ്ഥലത്ത് നിന്ന് തന്നെയാണ് MSC മരിയ കൃഷ്ണയും തിരിഞ്ഞു വരുന്ന കാഴ്ച. വളരെ പുതിയ ഷിപ്പ് നമുക്ക് സമ്മാനിച്ചു കൊണ്ടിരിക്കുന്നത് വളരെ മനോഹരമായ കാഴ്ച തന്നെയാണ് ഇപ്പോൾ MSC മരിയ കൃഷ്ണ ഇപ്പോൾ നമുക്ക് സമ്മാനിക്കുന്നത്.
നമുക്ക് കുറച്ചൊന്ന് സ്പീഡാക്കി നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി സ്പീഡിൽ തിരിഞ്ഞു വരുന്നത് കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ കണ്ട കപ്പൽ നാച്ചുറലായിട്ട് പൂർണ്ണമായിട്ടും വളരെ സാവധാനം തിരിഞ്ഞു വരുന്ന കാഴ്ചയാണെങ്കിൽ ഒന്ന് സ്പീഡിൽ ഓടിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് നമുക്ക് കപ്പൽ തിരിഞ്ഞു വരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നിലവിൽ 2 ഡക്ക് ബോട്ടാണ് നമുക്ക് മുന്നിലുള്ളത്. എനിക്ക് തോന്നുന്നു ഡോൾഫിൻ 26ഉം ഡോൾഫിൻ 27ഉം ഇനി ഡോൾഫിൻ 28ഉം ഓഷ്യൻ പ്രസ്റ്റീജും തൊട്ടപ്പുറത്താണുള്ളത്. അങ്ങനെ 4 ഡക്ക് ബോട്ടുകളുടെ പൂർണ്ണ കൺട്രോളിലാണ് ഷിപ്പ് തിരിഞ്ഞു വരുന്ന കാഴ്ച. പൂർണ്ണമായിട്ടും നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ചെറിയൊരു ഫോഗ് ഉള്ളത് കൊണ്ടാണ് ആ ഒരു ക്ലാരിറ്റി കുറവായിട്ട് തോന്നുന്നത്, അല്ലെങ്കിൽ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. നമ്മൾ പല ഷിപ്പുകളും ഈ ഭാഗത്ത് തിരിഞ്ഞു വരുമ്പോൾ ഉള്ള വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല പല സ്ഥലത്തു നിന്നാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഒരേ സ്ഥലത്ത് നിന്നായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു പോയിന്റിൽ നിന്ന് വ്യത്യാസം നമുക്ക് മനസ്സിലാവാൻ പറ്റാത്തതുകൊണ്ട് ഇനി അടുത്ത വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് പല ഭാഗത്തു നിന്നായിരിക്കും. ഇങ്ങനെ വ്യത്യസ്തമായ സ്ഥലത്തു നിന്നും ഷിപ്പുകളെ ഷൂട്ട് ചെയ്ത് വരുന്ന സമയത്ത് തന്നെ എത്തിക്കാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. ഞാൻ ഷൂട്ട് ചെയ്യുന്നതോടൊപ്പം എനിക്കും ആ ഒരു തിരിഞ്ഞു വരുന്ന കാഴ്ച കാണാൻ പറ്റുന്നത് വളരെ വളരെ വളരെയധികം സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അത് പ്രേക്ഷകരായ നിങ്ങൾക്കും വീഡിയോ ഷൂട്ട് ചെയ്ത് കാണിക്കുന്നത്. ഇപ്പോൾ നമുക്ക് എനിക്ക് തോന്നുന്നു 2 ഡക്ക് ബോട്ടുള്ളത്, ഒരു ഡക്ക് ബോട്ട് കൂടി ജോയിൻ ചെയ്തിട്ടുണ്ട്, സൈഡിലായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഓഷ്യൻ പ്രസ്റ്റീജ് ആണെന്ന് തോന്നുന്നു, അങ്ങ് അറ്റത്തുണ്ട്. അങ്ങനെയാണെങ്കിൽ 3 ഡക്ക് ബോട്ടായിരിക്കും ഈ വശത്തേക്ക് വരുന്നത്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ടഗ് ബോട്ടിൽ ഈ ഹെവി റോപ്പ് എന്ന് പറയുന്നത് നിലവിൽ ഈ ടഗിലും നിലവിൽ ഈ പറഞ്ഞ കപ്പലിലും ഈ റോപ്പിനെ അഡ്ജസ്റ്റ് ചെയ്യാനായി സാധിക്കും. മോട്ടോർ ഉപയോഗിച്ച് ഇത് ടൈറ്റ് ആക്കാനായിട്ട് വളരെ 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 ക്ലിയർ ആയിട്ട് സാധിക്കും. ഇപ്പോൾ നമുക്ക് ഈ സമയത്ത് ഈ പറയുന്ന ടഗ് ബോട്ടിൻ്റെ പൂർണ്ണ കൺട്രോളിൽ, അതായത് നിലവിൽ ഈ ടഗ് ബോട്ടിൽ തന്നെ റോപ്പ് ടൈറ്റ് ചെയ്തിട്ടാണ് നിലവിൽ ടഗ് ബോട്ട് ബാക്കിലോട്ട് പോയിട്ടാണ് ഷിപ്പിനെ ഇങ്ങനെ തിരിഞ്ഞു വരുന്ന ഒരു കാഴ്ച ഉണ്ടോ. ഇപ്പം നമ്മൾ ഈ സംസാരിച്ച് നിൽക്കുന്ന ഈ സമയം തന്നെ കപ്പൽ ഏതാണ്ട് തിരിഞ്ഞു വന്നിരിക്കുന്നു. അതൊരു മനോഹരമായ കാഴ്ച തന്നെ. ഒരു വലിയൊരു ഷിപ്പ്, മദർ ഷിപ്പ് നമ്മുടെ പോർട്ടിൽ വന്ന് തിരിഞ്ഞു വരുന്നു എന്ന് പറയുമ്പോൾ വലിയൊരു കാഴ്ച തന്നെയാണിത്. അതുമാത്രമല്ല നമ്മൾ ഈ കാണുന്ന വിഴിഞ്ഞം പ്ലേസിലുള്ളവർക്ക്, ഇപ്പോൾ ഈ വിഴിഞ്ഞം പോർട്ടിനോട് ചേർന്ന് താമസിക്കുന്നവർക്ക് ഇതൊരു വലിയൊരു കാഴ്ച തന്നെ എന്ന് ഞാൻ പറയാൻ പറ്റില്ല. നമ്മളെപ്പോലുള്ളവർക്ക് വലിയ കാഴ്ചയായിരിക്കും. കാരണം അവർ കടലിൽ ധാരാളം ഈ ഫിഷർമാൻമാർ ജോലിക്കൊക്കെ പോകുമ്പോൾ ധാരാളം കപ്പലുകളാണ് അവർ ദിനം പ്രതി കാണുന്നത്. പക്ഷേ അതുപോലുള്ള കപ്പലുകൾ നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൽ, അതായത് അവരുടെ വീട്ടിൻ്റെ അടുത്ത് വന്ന് തിരിഞ്ഞ് കണ്ടെയ്നർ ഇറക്കുമ്പോൾ അവർക്കൊരു സന്തോഷം സ്വാഭാവികമായിട്ട് തോന്നും. കാരണം വളരെ ദൂരെയായിട്ട് പോയിക്കൊണ്ടിരുന്ന കപ്പലുകൾ നമ്മുടെ വീട്ടും പടിക്കലും കണ്ടെയ്നർ ഇറക്കി വിഴിഞ്ഞം പോർട്ടിൻ്റെ അടുത്തും വന്നു കണ്ടെയ്നർ ഇറക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അത് മാത്രമല്ല ധാരാളം ജോലി സാധ്യത. ഇപ്പോൾ എല്ലാവരും ഈ ജോലി പലരും എന്നോട് ചോദിക്കുന്നുണ്ട്, പോർട്ടിൽ ആ ജോലിയുണ്ടോ, കുറേ ജോലിയുടെ വേക്കൻസി വരണനുസരിച്ച് നമ്മൾ തീർച്ചയായിട്ടും അപ്ഡേഷൻ തരുന്നതായിരിക്കും, ഉറപ്പാണ്. കാരണം നമുക്ക് നിലവിൽ നമ്മളറിയാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഇപ്പോൾ എല്ലാവരും എനിക്ക് പ്രത്യേകതയൊന്നുമില്ല, എല്ലാ മീഡിയാസിനും ജോബ് വേക്കൻറ്റ് കൊടുക്കുമ്പോൾ ആ സമയത്ത് തന്നെ ഞാൻ അറിയാം, ആ സമയത്ത് തന്നെ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യും. പക്ഷേ ഇപ്പോൾ നമ്മുടെ വിഴിഞ്ഞം പോർട്ടും വേറൊരു പോർട്ടും തമ്മിൽ കമ്പയർ ചെയ്ത് ജോലി സാധ്യത നോക്കിക്കഴിഞ്ഞാൽ വിഴിഞ്ഞം പോർട്ടിൽ ചിലപ്പോൾ കുറവായിരിക്കും ജോലി സാധ്യത. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഇപ്പോൾ നമുക്ക് മോസ്റ്റ് മോഡേൺ എക്യുപ്മെൻറ്റ്സ് ആണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. ഇപ്പോൾ നിലവിൽ ഈ STS ക്രെയിനുകളും യാർഡ് ക്രെയിനുകളെല്ലാം നമ്മൾ ഈ പറയുന്ന ഓപ്പറേറ്റിംഗ് റൂമിനടുത്താണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. പല ക്രെയിനുകളും ഓട്ടോമാറ്റിക്കാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ജോലി സാധ്യതകളായിരിക്കും വിഴിഞ്ഞം പോർട്ടിൽ കൂടുതലായിട്ട് വരിക. നമുക്ക് തന്നെ മനസ്സിലാവുമല്ലോ. കാരണം ഇപ്പോൾ ചില പോർട്ടുകളൊക്കെ ചിലപ്പം ജോലി ഈ പറയുന്ന ഇത്രയും മോസ്റ്റ് മോഡേൺ എക്യുപ്മെൻറ്റ്സ് ആയിരിക്കില്ല ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പറയുന്ന അവിടെ ആളുകളെ കൊണ്ട് തന്നെ ജോലി ചെയ്യിപ്പിക്കേണ്ടി വരും. പക്ഷേ നിലവിൽ ഇവിടെ ഉള്ളതാണെങ്കിൽ ഏറ്റവും മോസ്റ്റ് മോഡേൺ ടെക്നോളജി ഉള്ള മെഷീൻസ് ആയത് കാരണം നമുക്ക് ഈ പറഞ്ഞ മാൻ പവർ കുറച്ച് മതിയാകും എന്ന് തന്നെയാണ് എൻ്റെ ഒരു ഇതാണ് കേട്ടോ, കാഴ്ചപ്പാടാണ്. കാരണം നിലവിൽ അങ്ങനെ തന്നെ ആയിരിക്കും, കുറച്ച് കുറവായിരിക്കും നിലവിൽ എന്ന് പറഞ്ഞാൽ അത്രയും കുറവെന്നല്ല ഞാൻ പറയുന്നത്. നിലവിൽ നമ്മുടെ ഈ വേക്കൻസി വരുന്നതിനനുസരിച്ച് തീർച്ചയായിട്ടും പോർട്ടിൻ്റെ സൈറ്റിനും അവർ മീഡിയാസിനും ഇൻഫർമേഷൻ കൊടുക്കുന്നതായിരിക്കും. ഇന്ന വേക്കൻറ്റ് നിലവിലുണ്ട്. എന്നാലും എത്രയൊക്കെ വേക്കൻസി എന്ന് പറഞ്ഞാലും നിലവിൽ ഇതൊരു വലിയൊരു മദർ പോർട്ട് മാത്രമല്ല, ഇന്ത്യയിലെ ഒരേ ഒരു ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബ്ബായതിനാൽ നമുക്ക് ധാരാളം ജോലി സാധ്യത പോർട്ട് റിലേറ്റഡുമായിട്ട് പുറത്ത് ധാരാളം വരും. കാരണം ഇതുപോലുള്ള മദർഷിപ്പുകളാണ് ദിനം പ്രതി വിഴിഞ്ഞം പോർട്ടിൽ ഇനി വരാൻ പോകുന്നത് തന്നെ. അപ്പോൾ വലിയൊരു ജോലി സാധ്യതയുണ്ട്. പക്ഷേ പോർട്ടിനകത്തുള്ള ജോലി നമുക്ക് തന്നെ കാണാൻ സാധിക്കും. നമ്മുടെ ഈ യാർഡ് പോർഷനിലും നമ്മുടെ ഈ ബെർത്ത് പോർഷനിലും എത്ര ആൾക്കാരാണ് ഉള്ളതെന്ന് നമുക്ക് തന്നെ കണ്ട് മനസ്സിലാക്കാം. നമ്മുടെ ഈ പറയുന്ന വീഡിയോയിലൂടെ തന്നെ, പഴയ വീഡിയോയിലും പുതിയ വീഡിയോയിലും ഏത് വീഡിയോ എടുത്താലും വളരെ കുറച്ച് ആൾക്കാർ വരുന്നത് വേക്കൻ്റ് കുറവായതുകൊണ്ടല്ല, നമ്മുടെ ഈ മെഷീൻസ് എക്യുപ്മെൻറ്റ്സ് എല്ലാം മോസ്റ്റ് മോഡേൺ ആയത് കാരണം മാൻ പവർ വളരെ കുറച്ച് മതി. പക്ഷേ നമുക്ക് വിഴിഞ്ഞം പോർട്ട് റിലേറ്റഡ് ജോലി ചോദിച്ചു കഴിഞ്ഞാൽ ധാരാളം ജോബ് ഓഫറായിരിക്കും പുറത്തും. ഇപ്പം നിലവിൽ ഈ പറഞ്ഞ ലോജിസ്റ്റിക്സിന് വേണ്ടി ധാരാളം ഓഫീസുകൾ വിഴിഞ്ഞം പോർട്ടിൽ തുറന്നിട്ടുണ്ട്.
ഒന്നും രണ്ടും ഇപ്പോൾ നിലവിൽ 1 2 എനിക്കൊരു 3 ഓഫീസ് എന്തോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഒരു ഓഫീസ് പൂർണ്ണമായിട്ടും വർക്കിങ്ങിലാണെന്ന് തോന്നുന്നു. നിലവിൽ ബാക്കിയുള്ള ഓഫീസുകളെല്ലാം സ്റ്റാർട്ട് ചെയ്യും. കാരണം ഗേറ്റ് വേ കണ്ടെയ്നേഴ്സ് തുടങ്ങുന്ന സമയത്ത് നിലവിൽ ഇതുപോലുള്ള ധാരാളം ലോജിസ്റ്റിക്സ് ഓഫീസെല്ലാം സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുമ്പോൾ അവിടെ എല്ലാം ജോലി വേക്കൻ്റായി ഇതുമായിട്ട് റിലേറ്റഡായി എല്ലാ ജോലി വേക്കൻസും ഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ധാരാളം ജോബ് വേക്കൻസി നമുക്ക് മറ്റേ പോർട്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പോർട്ടിനകത്ത് കുറവാണെങ്കിൽ പുറത്ത് മറ്റേ പോർട്ടിനെ അപേക്ഷിച്ച് 10-100 ഇരട്ടി ജോബ് വേക്കൻ്റ് വരും. കാരണം അതുപോലുള്ള ഷിപ്പുകളാണ് വിഴിഞ്ഞം പോർട്ടിൽ വന്നു പോകുന്നത്. ധാരാളം മദർ ഷിപ്പാണ് വന്നു പോകുന്നത്. പക്ഷേ അതിന് സമയമെടുക്കും. കാരണം നമുക്കിപ്പോൾ പോർട്ടിൻ്റെ വർക്ക് ഫസ്റ്റ് ഫേസ് പൂർണ്ണമായിട്ട് കഴിഞ്ഞിട്ടത് ഇപ്പോൾ 2024 പോർട്ട് കമ്മീഷൻ ചെയ്യുന്നത് ഫസ്റ്റ് ഫേസിൽ. ഇനി 4 ഫേസ് കൂടി ബാക്കിയുണ്ട്. 2028 ആകുമ്പോഴേ നമുക്ക് പോർട്ട് പൂർണ്ണമായിട്ടും ഉപയോഗിക്കാൻ പറ്റാവുന്ന രീതിയിൽ ഏതാണ്ട് 2000 മീറ്ററോളം ബെർത്ത് പോർഷനും 4000 മീറ്ററോളം ബ്രേക്ക് വാട്ടർ പോർഷനും ഈ ബെർത്തിന് പോർഷനോട് ചേർന്നുള്ള യാർഡ് പോർഷൻ വരുന്നത് 2028ഓടെയാണ് എന്ന് അറിയാൻ സാധിക്കുന്നത്. നിലവിൽ അതിൻ്റെ വർക്ക് നമുക്ക് 2028 ആകുമ്പോഴേ അറിയാൻ സാധിക്കുള്ളൂ. 2028 കംപ്ലീറ്റ് ചെയ്യുമായിരിക്കും. തീർച്ചയായിട്ടും കംപ്ലീറ്റ് ചെയ്യും. പോർട്ടിൽ ഇപ്പോഴത്തെ വർക്ക് അനുസരിച്ച് 2028 ആകുമ്പോൾ ഫുള്ളായിട്ട് വർക്ക് ചെയ്യുമ്പോഴായിരിക്കും ഈ ജോബിൻ്റെ ഓപ്പർച്യൂണിറ്റിക്ക് കൂടുതലായിട്ട് എക്സ്പ്ലോർ ചെയ്ത് വരിക. ശരിയല്ലേ? ഇപ്പോൾ കുറച്ചല്ലേ വർക്ക്. ഓരോ ഫേസും കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും വേക്കൻസി വന്നുകൊണ്ടിരിക്കും. അതിനനുസരിച്ച് തീർച്ചയായിട്ടും എൻ്റെ ചാനൽ ഇപ്പം ഞാൻ ട്രിവാൻഡ്രം തമ്പാൻ എന്ന യൂട്യൂബ് ചാനൽ അറിയുന്നതനുസരിച്ച് തീർച്ചയായിട്ടും വേക്കൻസി റിപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഇനി വലിയ ബൾക്ക് വേക്കൻസി ആണെങ്കിൽ അതൊരു വീഡിയോ തന്നെ തീർച്ചയായിട്ടും ചെയ്യും. അതൊരു കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിൻ്റെ ബിടെക് ആയാലും പലരും ചോദിച്ചിട്ടുണ്ട് ബിടെക് കഴിഞ്ഞാൽ ഞാനാണ് സിവിൽ കഴിഞ്ഞിട്ടുണ്ട്. ഈ പറയുന്നത് ഞാനും ബിടെക് തന്നെയാണ് നിലവിൽ. അത് തന്നെ കുറേ ബിടെക് കഴിഞ്ഞവരുണ്ട്, പോളിടെക്നിക് കഴിഞ്ഞവരുണ്ട്. നിലവിൽ കുറേ ഈ പോർട്ട് റിലേറ്റഡ് കോഴ്സ് കഴിഞ്ഞ ധാരാളം പേരുണ്ട് നിലവിൽ. അപ്പോൾ അവർക്കെല്ലാം ജോലി ഇവിടെ കിട്ടുമെന്ന് ചോദിച്ചാൽ നമ്മളീ പറയുന്ന പോലെ പോർട്ടിനകത്തും റിലേറ്റഡ് ജോബുമായിട്ട് തീർച്ചയായിട്ടും കിട്ടും. പക്ഷേ വർക്ക് ഓരോന്ന് കഴിയണം. ഉടൻ തന്നെ ഇപ്പം നിലവിൽ ഫസ്റ്റ് ഫേസ് കഴിഞ്ഞുകൊണ്ട് ഇത്ര വേക്കൻറ്റ് 1 ലക്ഷം വേക്കൻറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അറിയാമല്ലോ, അതൊന്നും പോസിബിൾ അല്ല. എന്ത് വേക്കൻ്റാണ് 1 ലക്ഷം വേക്കൻറ്റ് ഫസ്റ്റ് ഫേസ് കഴിഞ്ഞാൽ കൊടുക്കേണ്ടത്? ഇനി ഫസ്റ്റ് ഫേസിൽ കമ്മീഷൻ കഴിഞ്ഞെന്ന് പറഞ്ഞാൽ 1 ലക്ഷം വേക്കൻ്റ് ഒന്നും വരില്ല. നിലവിൽ ഓരോ പോർഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതനുസരിച്ച് അതിനനുസരിച്ചുള്ള വേക്കൻസി തീർച്ചയായിട്ടും പോർട്ടിനകത്തും. ഇനി പോർട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത് അൺലിമിറ്റഡ് വേക്കൻ്റ് ആണ്. അത് നമുക്കൊന്നും പ്രതീക്ഷിക്കാൻ പറ്റുന്നതിനപ്പുറമാണ്. പോർട്ടിനകത്തുള്ള വേക്കൻസി അതിനനുസരിച്ച് റിപ്പോർട്ട് ചെയ്യും. പോർട്ടിന് പുറത്തുള്ള വേക്കൻസി പോർട്ട് റിലേറ്റഡ് ജോബ് എന്ന് പറയുന്ന ഫോർ എക്സാമ്പിൾ നമ്മുടെ ഈ പറയുന്ന ലോജിസ്റ്റിക്സ് പാർക്കുകൾ, ലോജിസ്റ്റിക്സ് ഓഫീസുകൾ, ഇതിന് എത്രത്തോളം വേക്കൻറ്റ് വരും? കാരണം ഗേറ്റ് വേ കണ്ടെയ്നേഴ്സ് കൂടുന്നതനുസരിച്ച് ഈ പറയുന്ന അവിടെ സ്റ്റാഫിൻ്റെ കൂടുതൽ ആവശ്യം വരും, ഗോഡൗണുകൾ വരും. അങ്ങനെ ഇൻഫ്രാസ്ട്രക്ചർ പൂർണ്ണമായിട്ടും വിഴിഞ്ഞം പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം ഇൻഫ്രാസ്ട്രക്ചർ പൂർണ്ണമായിട്ടും ഡെവലപ്പ് ചെയ്യുന്നു വരുന്നതോടൊപ്പം തന്നെ അത്രയേറെ ജോബ് വേക്കൻറ്റും വിഴിഞ്ഞം പോർട്ടിൽ വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമ്മൾ ഇത്രത്തോളം സംസാരിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ കപ്പൽ പൂർണ്ണമായിട്ടും തിരിഞ്ഞു വന്നിരിക്കുന്നു. നമ്മുടെ വിഴിഞ്ഞം പോർട്ടിനെ കുറിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം സംസാരിച്ച് കഴിഞ്ഞാൽ 2 മണിക്കൂറായാലും കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റും. കാരണം അത്രത്തോളം നമുക്ക് ഞാനും ഈ വീഡിയോ കാണുന്ന പലരും വിഴിഞ്ഞം പോർട്ടിനെ സ്നേഹിക്കുകയും അതൊരു ക്രൈസാണ്. വിഴിഞ്ഞം പോർട്ട് എന്ന് പറഞ്ഞൊരു ക്രൈസാണ്. അതുകൊണ്ട് തന്നെയാണ് ധാരാളം ഷിപ്പുകൾ വന്നപ്പോഴും നമുക്ക് മടുപ്പില്ലാതെ വീഡിയോ നമ്മളെടുത്ത് നമ്മൾ ഷിപ്പ് കാണുന്നതോടൊപ്പം നമ്മുടെ ഈ കാണുന്ന പ്രേക്ഷകർക്ക് നമ്മൾ അയക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് പിന്നെയും പോർട്ടിൽ പോയി അപ്ഡേഷൻ ഉൾപ്പെടെ എല്ലാം ചെയ്യുന്നതും. ഓരോ ചോദ്യവും ഓരോ കമൻറ്റും ഇനിയും തീർച്ചയായിട്ടും കമൻ്റായിട്ടും ആ സ്നേഹം തീർച്ചയായിട്ടും ഇനിയും പ്രതീക്ഷിച്ചുകൊള്ളുന്നു. ഇപ്പോൾ ഷിപ്പ് നമ്മളീ കാണുന്ന പോലെ പൂർണ്ണമായിട്ടും തിരിഞ്ഞു വന്ന ഒരു കാഴ്ചയാണ് നമ്മുടെ മുന്നിൽ തന്നെ കാണാൻ സാധിക്കുന്നത്. കുറച്ചുകൂടി വ്യക്തമായിട്ട് കാണാൻ സാധിക്കുമായിരുന്നു. ഇപ്പോൾ ചെറിയൊരു ഞാൻ നേരത്തെ പറഞ്ഞ ഫോഗിൻ്റെ ഈ കടൽ പ്ലേസിലായിരുന്നു ചെറിയൊരു ഫോഗിൻ്റെ പ്രശ്നമുണ്ട്. ചില സമയത്ത് ഈ പറയുന്ന മഞ്ഞ് പോലെ നമുക്ക് കാണാൻ സാധിക്കില്ല. നല്ല തെളിഞ്ഞ കാലാവസ്ഥയായിരിക്കും. പക്ഷേ ചില സമയത്ത് ഇതേപോലെ ഫോഗ് വരും. അതുകൊണ്ടാണ് ക്ലാരിറ്റി ശകലം കുറഞ്ഞത്. ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി മെമ്പറിൽ ഒരു അംഗമായി കഴിഞ്ഞാൽ ഞാനിടുന്ന ഓരോ വീഡിയോയും ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫ്രണ്ട്സ്.